എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. രാമായണത്തിലെ വരികൾ വായിക്കുന്നതിലുപരി അതിലെ ഓരോ കഥയും ആ കഥകൾ നമുക്ക് നൽകുന്ന ജീവിത സന്ദേശവും ലളിതമായി മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോ പരമ്പരയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ആദ്യ ദിവസമായ ഇന്ന് രാമായണം എന്ന മഹാകാവ്യത്തിൻ്റെ പശ്ചാത്തലവും അത് എങ്ങനെ ഉണ്ടായി എന്നും നമുക്ക് നോക്കാം. ശിവപാർവതി സംവാദം. ഒരു ദിവസം കൈലാസത്തിൽ വെച്ച് പാർവതീദേവി പരമേശ്വരനോടൊരു സംശയം ചോദിക്കുന്നു. ഭഗവാനെ, ഭൂമിയിലെ മനുഷ്യർ പലവിധ പാപങ്ങൾ ചെയ്ത് ദുരിതം അനുഭവിക്കുന്നവരാണ്. വരാനിരിക്കുന്ന കലിയുഗത്തിൽ മനുഷ്യർക്ക് ആയുസ്സും ജ്ഞാനവും കുറവായിരിക്കും. അവർക്ക് വളരെ എളുപ്പത്തിൽ മനസമാധാനം മോക്ഷവും നേടാൻ എന്താണ് വഴി? അപ്പോൾ ശിവന്റെ മറുപടി. ദേവിയുടെ ചോദ്യം കേട്ട് സന്തുഷ്ടനായ ശിവഭഗവാൻ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി ഒരു പരമരഹസ്യം ഉപദേശിച്ചു കൊടുത്തു. അതാണ് ശ്രീരാമചരിതം അഥവാ രാമായണം. രാമൻ്റെ കഥ കേൾക്കുന്നതും പറയുന്നതും മനുഷ്യൻ്റെ ഉള്ളിലെ അഹങ്കാരവും പാപങ്ങളും മാറ്റി മനസ്സിന് ശാന്തി നൽകുമെന്ന് ശിവൻ വ്യക്തമാക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്. നമ്മളിൽ പലരും രാമായണം വായിക്കുന്നവരായിരിക്കാം. എങ്കിലും അവയുടെ ഓരോ പൂർണ്ണ അർത്ഥവും അറിഞ്ഞായിരിക്കില്ല നമ്മൾ വായിക്കുന്നത്. രാമായണം വായിക്കാതെ തന്നെ ഇതിലെ ഓരോ അർത്ഥങ്ങളും വിശദീകരിച്ച് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാം ദിവസമായ ഇന്ന് ബാലകാണ്ഡവും ഉമാമഹേശ്വര സംവാദവുമാണ് വായിക്കുന്നത്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമം വരാനനേ. ഹരിശ്രീ ഗണപതായേ നമ. അവിഘ്നമസ്തു. വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും ഞാൻ വണങ്ങുന്നു. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ പൂർത്തിയാക്കണമേ. ഓരോ വരിയിലെയും അർത്ഥങ്ങൾ. ചന്ദ്രനെപ്പോലെ കുളിർമയുള്ളവനും മംഗളസ്വരൂപനുമായ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് ജയമുണ്ടാകട്ടെ. സീതാദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ഈ ലോകത്തിന് മുഴുവൻ ആനന്ദം നൽകുന്നവനുമായ ശ്രീരാമ ഭഗവാനെ, അങ്ങേക്ക് ജയം. രാവണനെ വധിച്ച് ലോകത്തെ അധർമ്മത്തിൽ നിന്നും രക്ഷിച്ചവനെ, ആ ശ്രീരാമനാമം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തോടെ വിളങ്ങി നിൽക്കണമേ. ഭക്തരുടെ ഹൃദയമാകുന്ന പൂന്തോട്ടത്തിൽ വിഹരിക്കുന്നവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവും അതിമനോഹരമായ രൂപത്തോടു കൂടിയവനുമായ ശ്രീരാമചന്ദ്ര, അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും വണങ്ങുന്നു. സകല ചരാചരങ്ങളിലും വസിക്കുന്ന പ്രപഞ്ചനാഥനായ നാരായണന്, വിഷ്ണുവിന് എൻ്റെ പ്രണാമം. എഴുത്തച്ഛൻ കിളിയെ വിളിച്ച് കഥ പറയാൻ ആവശ്യപ്പെടുന്നതും കിളി കഥ പറഞ്ഞു തുടങ്ങുന്നതുമായ ഭാഗമാണിത്. ഭഗവാന്റെ തിരുനാമം മധുരമായി പാടിക്കൊണ്ട് പറന്നു വന്ന പൈങ്കിളിപ്പെണ്ണെ, ഒട്ടും മടി വിചാരിക്കാതെ ആ പവിത്രമായ ശ്രീരാമചരിതം എനിക്ക് പറഞ്ഞു തന്നാലും. അത് കേട്ട് ആ പൈങ്കിളി വന്ദിക്കേണ്ടവരായ ഗുരുക്കന്മാരെയും ഈശ്വരന്മാരെയും മനസ്സിൽ വണങ്ങി ഹൃദയത്തിൽ ശ്രീരാമനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ മായാവിലാസങ്ങളും ലീലകളും നിറഞ്ഞ ചരിത്രമെല്ലാം തൻ്റെ ദിവ്യദൃഷ്ടിയിൽ മുൻകൂട്ടി കണ്ടറിഞ്ഞ പുരാണങ്ങൾ രചിച്ച കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ വേദവ്യാസ മഹർഷിയെ ഞാൻ വണങ്ങുന്നു. കോടിക്കണക്കിന് ശ്ലോകങ്ങളുള്ള രാമായണ കഥ ആദ്യമായി രചിച്ച് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പോലും അത്യധികം ബഹുമാനവും ആദരവും ഉണ്ടാക്കിയ കവിശ്രേഷ്ഠനായ വാൽമീകി മഹാമുനി, എനിക്ക് എപ്പോഴും അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ വന്ദിക്കുന്നു. എപ്പോഴും രാമരാമ എന്ന് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവനും കാമദേവനെ ദഹിപ്പിച്ചവനും പാർവതീദേവിയുടെ പ്രാണനാഥനും സർവേശ്വരനുമായ സാക്ഷാൽ ശ്രീ മഹാദേവൻ എൻ്റെ മനസ്സിൽ വന്ന് എപ്പോഴും വസിക്കുവാൻ വേണ്ടി ഞാൻ അവിടുത്തെ വന്ദിക്കുന്നു. താമരയിൽ ജനിച്ച ബ്രഹ്മാവ് മുതലായ ദേവന്മാരും നാരദനടക്കമുള്ള പ്രമുഖരായ മഹർഷിമാരും എന്നെ തുണയ്ക്കണം. അതോടൊപ്പം വാരിജ ശരാരാതി കാമദേവൻ്റെ ശത്രുവായ ശിവൻ, അങ്ങയുടെ പ്രാണനാഥനായ പാർവതി ദേവിയും താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയും ഈ പൂർണ്ണകർമ്മത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ. ഭൂമിയിലെ ജ്ഞാനികളായ ബ്രാഹ്മണരുടെ താമരപ്പൂവ് പോലെ ചുവന്ന പാദങ്ങളിലെ പൊടിപടലങ്ങളും എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിലെ അഹങ്കാരവും അജ്ഞാനമാകുന്ന മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അതിനെ ശുദ്ധമാക്കട്ടെ. അതിനായി ഞാൻ അവരെ മനസ്സാ വന്ദിക്കുന്നു. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം ഭഗവാനും വേദങ്ങളുമാണെന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
ആ വേദങ്ങളെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്ന ഭൂമിയിലെ ദേവന്മാരായ ബ്രാഹ്മണരുടെ ശാപവും അനുഗ്രഹവും മാറ്റാൻ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവർ പോലും സാധ്യമല്ല എന്നാണ് പ്രമാണം. വേദങ്ങൾ അറിയുന്ന മഹാന്മാരുടെ മഹിമ ആർക്കാണ് പറഞ്ഞു തീർക്കാൻ കഴിയുക? ഭഗവാന്റെ പാദസേവകനും ഭക്തനുമായ ഞാൻ അത്ര വലിയ ജ്ഞാനമൊന്നുമില്ലാത്ത വെറുമൊരു സാധാരണക്കാരനാണ്. എങ്കിലും വേദതുല്യമായ ഈ രാമായണ കഥ എന്നെപ്പോലെ അറിവില്ലാത്തവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിവിടെ പാടിപ്പഠിക്കുന്നത്. വേദങ്ങളും ശിക്ഷാവ്യാകരണം തുടങ്ങിയ വേദാംഗങ്ങളും ഉപനിഷത്തുകളാകുന്ന വേദാന്തങ്ങളും അടക്കമുള്ള എല്ലാ വിദ്യകളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ ഭഗവാൻ എന്നെ തുണയ്ക്കണമേ. 8 ദിക്കുകളെ സംരക്ഷിക്കുന്ന ദേവന്മാരായ ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ എന്നിവരും ഒപ്പം കരുണാനിധിയായ ശിവനും ചന്ദ്രനും ഗംഗാദേവിയുടെ പുത്രനായ ഗണപതി ഭഗവാനും സമുദ്രരാജനും ഭൂതഗണങ്ങളുടെ നാഥനായ ശിവനും എന്നെ കാത്തുരക്ഷിക്കട്ടെ. ഇതോടുകൂടി രാമായണത്തിൻ്റെ വന്ദന ഭാഗങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി അടുത്ത പേജ് മുതൽ യഥാർത്ഥ കഥയാണ്. ശിവപാർവതി സംവാദത്തിലേക്ക് കിടക്കാം. വേദങ്ങളുടെ ആത്മാവായവനും പകലിൻ്റെ നാഥനും നവഗ്രഹങ്ങളുടെ അധിപനുമായ സൂര്യഭഗവാൻ ഈ ലോകത്തിലെ ചരാചരങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നു. ഒന്നുമില്ലാത്ത അഗതിയായ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ മനസ്സിന് സുഖവും ശാന്തിയും തരുന്ന ആ സൂര്യദേവനെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. സത്തുക്കളായ പണ്ഡിതന്മാരിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവനും എൻ്റെ ജ്യേഷ്ഠനുമായ ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. അതോടൊപ്പം എനിക്ക് രാമനാമം ഉപദേശിച്ചു തന്ന ആചാര്യനും എന്നെ നന്മയിലേക്ക് നയിച്ച മറ്റെല്ലാ പ്രധാന ഗുരുക്കന്മാരും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമേ. പണ്ട് കാലത്ത് ബ്രഹ്മാവ് 100 കോടി ഗ്രന്ഥങ്ങളായിട്ടാണ് രാമായണം ആദ്യമായി രചിച്ചത്. എന്നാൽ അത്രയും വലിയ ഒരു കാവ്യം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മുഴുവനായി ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. പണ്ട് വെറുമൊരു കാട്ടാളനായിരുന്ന രത്നാകരൻ രാമരാമ എന്ന് ജപിച്ചതിൻ്റെ പുണ്യത്താൽ വാൽമീകി എന്ന മഹാമുനിയായി മാറിയത് ബ്രഹ്മാവ് കണ്ടു. തുടർന്ന് ഭൂമിയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും വേണ്ടി രാമായണം വീണ്ടും ലളിതമായി രചിക്കാൻ ബ്രഹ്മാവ് വാൽമീകിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കയ്യിൽ വീണയേന്തിയ നാരദ മഹർഷി വാൽമീകിക്ക് രാമകഥ ഉപദേശിച്ചു കൊടുത്തു. അത് തെറ്റുകൂടാതെ എഴുതാൻ വേണ്ടി സരസ്വതി ദേവി വാൽമീകി മഹർഷിയുടെ നാവിൽ വന്ന് വസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വാൽമീകി രാമായണം ഉണ്ടായത്. അത്രയും വലിയ മഹർഷിമാരുടെ നാവിൽ സരസ്വതി ദേവി നൃത്തം ചെയ്തതുപോലെ എൻ്റെ നാവിന്മേലും വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് തന്നെ ഒരു നാണക്കേടും തോന്നുന്നു. കാരണം ഞാൻ വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും ആഴത്തിൽ പഠിച്ച വലിയൊരു പണ്ഡിതനല്ല. എങ്കിലും ഈശ്വരവിശ്വാസം കൊണ്ട് ഞാനിത് തുടർന്ന് പറയുകയാണ്. ഒരു കാട്ടാളനെ പോലും മഹാമുനിയാക്കി മാറ്റിയ രാമനാമത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി തന്ന കഥയാണ് ഇത്. എഴുത്തച്ഛൻ പണ്ഡിതന്മാരോട് പറയുകയാണ്, ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാരുണ്യം കൊണ്ട് അതൊക്കെ മനസ്സാലെ ക്ഷമിച്ചേക്കുക. ആത്മജ്ഞാനമാകുന്ന വെളിച്ചം തരുന്നതും അത്യന്തം രഹസ്യ സ്വഭാവക്കാരനുമായ ഈ ആധ്യാത്മരാമായണം സാക്ഷാൽ പരമശിവനാൽ പാർവതി ദേവിക്ക് ഉപദേശിക്കപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ഈ രാമായണം ഭക്തിയോടെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും തീർച്ചയായും മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തികഞ്ഞ ഭക്തിയോടെ ഇത് കേൾക്കുക. ഞാൻ ശ്രീരാമൻ്റെ മഹിമകളെല്ലാം അത്രയും ചുരുക്കി ഇവിടെ പറഞ്ഞു തരാം. ബുദ്ധിശാലികളായ മനുഷ്യർ ഈ കഥ ഒരു വട്ടമെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ അവർ ലൗകികമായ എന്തെങ്കിലും ദുഃഖങ്ങളിലും ബന്ധങ്ങളിലും പെട്ടുകിടക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ മോചനം നേടി മുക്തരായി മാറും. ഭൂമിദേവിയുടെ സങ്കടവും ഭാരവും മാറ്റാൻ വേണ്ടി ബ്രഹ്മാവടക്കമുള്ള ദേവന്മാർ ഭക്തിപൂർവ്വം ഭഗവാനെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അത് കേട്ട് പാൽക്കടലിൻ്റെ നടുവിൽ അനന്തനാകുന്ന നാഗരാജാവിൻ്റെ മേത്തിന്മേൽ യോഗനിദ്രയിൽ കഴിയുന്ന പ്രപഞ്ചനാഥനായ നാരായണൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിൽ സൂര്യവംശത്തിൻ്റെ ജനിച്ച വീരനായ ദശരഥ മഹാരാജാവിൻ്റെ മകനായി ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ചു. രാത്രിയിൽ സഞ്ചരിക്കുന്നവരും ലോകത്തെ പീഡിപ്പിക്കുന്നവരുമായ രാവണനടക്കമുള്ള രാക്ഷസന്മാരെയെല്ലാം വധിച്ച് യമപുരിയിലേക്ക് അയച്ച ശേഷം തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി തിരികെ പരമപാദം പ്രാപിച്ച
വേദങ്ങളാൽ മാത്രം പൂർണ്ണമായി അറിയാൻ കഴിയുന്ന സീതാദേവിയുടെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ്റെ പവിത്രമായ പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു. ഉമാമഹേശ്വര സംവാദം അഥവാ ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഭാഗം. കോടി സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്നത് പോലെയുള്ള തിളക്കമുള്ളതും നിർമ്മലവുമായ കൈലാസ പർവ്വതത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച പീഠത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന പരമശിവനെ വർണ്ണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. നെറ്റിയിൽ മൂന്നാം കണ്ണുള്ളവനും മുനിമാരും ദേവന്മാരും സിദ്ധന്മാരും എപ്പോഴും സേവിക്കുന്നവനും നീലയും ചുവപ്പും കലർന്ന പ്രകാശത്തോടെ കൂടിയവനും പ്രപഞ്ചത്തിന് നാഥനുമായ തൻ്റെ ഭർത്താവിനെ ശിവഭഗവാന്റെ ഇടതുഭാഗത്ത് വസിക്കുന്നവളും ഹിമവാന്റെ മകളുമായ ജഗദംബികയായ പാർവതീദേവി ഭഗവാനെ വണങ്ങി അത്യധികം ഭക്തിയോടും ആദരവോടും കൂടി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദേവി ചോദിക്കുന്നു, എല്ലാ ജീവജാലങ്ങളെയും ഉള്ളിലെ ആത്മാവായവനെ പരമേശ്വര, എന്നെ കാത്തു രക്ഷിക്കണമേ. എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനെ സർവേശ്വര, മഹേശ്വര, ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നവനെ, നന്മ ചെയ്യുന്നവനെ, അങ്ങയെ ശരണം പ്രാപിക്കുന്ന ഭക്തരെ അത്യധികം സ്നേഹിക്കുന്നവനെ, ദേവന്മാരുടെ ദേവനായ ജഗന്നായകനെ, കാരുണ്യനിധിയായ കടലേ. ഒരു കാര്യം അത്യന്തം രഹസ്യമായി വെക്കേണ്ടതാണെങ്കിൽ പോലും മഹാന്മാരായ ആചാര്യന്മാർ തങ്ങളുടെ ഭക്തരിൽ പൂർണ്ണമായ ഭക്തിയും വിശ്വാസവും സേവന മനോഭാവവും കാണുമ്പോൾ ആ രഹസ്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ മനസ്സിലെ വലിയൊരു ആഗ്രഹവും അറിവില്ലായ്മയും കൊണ്ട് ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങേക്ക് എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥ തത്വം എന്താണെന്ന് എനിക്കിപ്പോൾ ഉപദേശിച്ചു തരണമേ. ദേവി തൻ്റെ സംശയങ്ങൾ അക്കമിട്ട് ചോദിക്കുകയാണ്. പരമമായ ജ്ഞാനം, ലൗകിക ചിന്തകൾ വെടിയൽ, ഭക്തിയുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ, സാംഖ്യയോഗം തുടങ്ങിയ തത്വങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം എനിക്ക് പറഞ്ഞു തരണം. അതോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെയും ഉപവാസം നോൽക്കുന്നതിൻ്റെയും ഫലം എന്താണ്, യാഗങ്ങൾ ചെയ്യുന്നതിൻ്റെ പൂർണ്ണനദികളിൽ തീർത്ഥസ്നാനം നടത്തുന്നതിൻ്റെയും ധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയും യഥാർത്ഥ ഫലം എന്താണെന്നും എനിക്ക് വിശദമാക്കി തരണമേ. ദേവി തൻ്റെ ചോദ്യങ്ങൾ തുടരുകയാണ്. ഭഗവാനെ, സമൂഹത്തിലെ വിവിധ കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണധർമ്മങ്ങളും മനുഷ്യജീവിതത്തിലെ 4 ഘട്ടങ്ങളും ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയെക്കുറിച്ചുള്ള ആശ്രമധർമ്മങ്ങളും ഒന്നുപോലും ബാക്കി വയ്ക്കാതെ അവിടുന്ന് എനിക്ക് മുൻപ് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വലിയ സന്തോഷമാണ് ഉണ്ടായത്. ഹേ ജഗൽപതേ, മനുഷ്യൻ എങ്ങനെയാണ് ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് അകപ്പെടുന്നതും അതിൽ നിന്നും എങ്ങനെയാണ് മോചനം നേടുന്നതെന്നുമുള്ള കാരണങ്ങൾ അങ്ങിൽ നിന്നും കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് അജ്ഞാനമാകുന്ന ഇരുട്ട് പൂർണ്ണമായും മാറിക്കിട്ടിയിരിക്കുന്നു. എങ്കിലും ഭഗവാനെ, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ മഹിമയും തത്വവും പൂർണ്ണമായി കേൾക്കാൻ എനിക്ക് ഇപ്പോൾ അത്യധികമായ ആഗ്രഹമുണ്ട്. ആ ജ്ഞാനം കേൾക്കാൻ തക്ക യോഗ്യത എനിക്കുണ്ടെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ കാരുണ്യക്കടലായ അവിടുന്ന് എനിക്കത് ദയവായി ഉപദേശിച്ചു തരണമേ. കാരണം ഈ പ്രപഞ്ചത്തിൽ അങ്ങേയല്ലാതെ മറ്റാർക്കും ആ പരമമായ രാമതത്വം എനിക്ക് പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവായ കാർത്യായനിയും പാർവതിയുമായ ദേവി എന്നെന്നും നിലനിൽക്കുന്നവനായ പരമേശ്വരനോട് ഇത്തരത്തിൽ ഭക്തിയോടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് കേട്ട് ഭഗവാന്റെ മനസ്സ് അത്യധികം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ നാഥനായ ഈ പരമശിവൻ തൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരിയോടെ മറുപടി പറയാൻ തുടങ്ങി. ശിവഭഗവാൻ പറയുന്നു, ഹേ ധന്യയായവളെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, പർവ്വതരാജാവിൻ്റെ മകളായ പാർവതി, മംഗളസ്വരൂപിണിയായവളെ, നിനക്കുള്ളതത്രയും ഭഗവത് ഭക്തി ഈ ലോകത്തിൽ മറ്റാർക്കും തന്നെയില്ല. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥ തത്വം കേൾക്കണം എന്ന് നിൻ്റെ മനസ്സിൽ ഇത്രയും വലിയൊരാഗ്രഹമുണ്ടായത് തന്നെ ലോകത്തിൻ്റെ മഹാഭാഗ്യമാണ്. എൻ്റെ പ്രാണനാഥേ, ഇതിനു മുൻപ് മറ്റാരും എന്നോട് ഈ രഹസ്യം ചോദിച്ചിട്ടില്ല. ഞാനിത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അത്യന്തം രഹസ്യവും പരമവുമായി ഈ ഈശ്വരതത്വം അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടായത് നിന്റെ മനസ്സിൽ പുരുഷോത്തമനായ ശ്രീരാമനോടുള്ള ഭക്തി അത്രത്തോളം വർദ്ധിച്ചത് കൊണ്ടാണ്. ശ്രീരാമചന്ദ്രൻ്റെ താമരപാദങ്ങളെ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് ആ രാമതത്വത്തിൻ സാരമെല്ലാം ചുരുക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ശ്രദ്ധിച്ചു കേട്ടാലും. നമ്മൾ മനുഷ്യരൂപത്തിൽ കാണുന്ന ശ്രീരാമൻ വെറുമൊരു രാജാവല്ല. അവിടുന്ന് സാക്ഷാൽ പരമാത്മാവാണ്, പരമാനന്ദത്തിൻ്റെ മൂർത്തിയാണ്. പ്രകൃതിയുടെ സൃഷ്ടിക്ക് തന്നെ കാരണമായവനും
ഒന്നാമനായവനും പരമപുരുഷനുമാണ് അവിടുന്ന്. അവിടുന്ന് പുരുഷന്മാരിൽ ഉത്തമനായ പുരുഷോത്തമനാണ്, അന്തമില്ലാത്തവനാണ്, പ്രപഞ്ചത്തിൻ്റെ ആദിനാഥനാണ്, കാരുണ്യം നിറഞ്ഞ ഗുരുവാണ്, പരബ്രഹ്മ സ്വരൂപനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് കാരണമായ ത്രിമൂർത്തികളുടെയെല്ലാം ഉള്ളിൽ ചൈതന്യം സാക്ഷാൽ ഈ ശ്രീരാമൻ തന്നെയാണ്. രണ്ടാമതൊന്നില്ലാത്തവനും നാശമില്ലാത്തവനും സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവനുമായ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. എന്നാൽ രാമൻ വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നവർ അജ്ഞാനികളാണ്. കാരണം അവരുടെ മനസ്സ് മായയാകുന്ന ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹേ നാഥേ, മനസ്സ് തെളിഞ്ഞ് നീ ഇത് കേട്ടാലും മോക്ഷം നൽകുന്ന അത്യപൂർവമായ സീതാദേവിയും ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള ആ അത്ഭുത സംവാദം ഞാൻ നിനക്ക് വിവരിച്ചു തരാം. അടുത്തത് സീതയും രാമനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ്. ശിവഭഗവാൻ കഥ തുടരുകയാണ്. ഹേ പാർവതി, പണ്ട് ജഗന്നാഥനും താമരയിതളുകൾ പോലുള്ള കണ്ണുള്ളവനും പരമാനന്ദൻ സ്വരൂപനുമായ ശ്രീരാമചന്ദ്രൻ ദേവന്മാരുടെ ശത്രുവായ ആ പങ്കിതഖണ്ഡനെ വധിച്ചു, 10 തലയുള്ള രാവണനെ. അതിനുശേഷം സീതാദേവിയും അനുജനുമായ ലക്ഷ്മണനോടും വാനരപ്പടയോടുമൊപ്പം വേഗത്തിൽ അയോധ്യയിൽ തിരിച്ചെത്തുകയും അവിടെ വെച്ച് പ്രജാക്ഷേമത്തിനായി രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. സത്യസ്വരൂപനും സകല ദുഃഖങ്ങളുമില്ലാത്തവനും നാശമില്ലാത്തവനുമായ ആ പ്രപഞ്ചനാഥൻ കോടി സൂര്യന്മാർക്ക് തുല്യനായ പ്രകാശത്തോടെ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സുഗ്രീവനടക്കമുള്ള സുഹൃത്തുക്കളും വീരന്മാരായ സഹോദരന്മാരും കൈകേസിയുടെ മകനായ വിഭീഷണനും ബ്രഹ്മാവിൻ്റെ മകനായ വസിഷ്ഠ മഹർഷി അടക്കമുള്ള ഗുരുക്കന്മാരും ചുറ്റും നിന്ന് സേവിക്കുകയാണ്. ലോകം മുഴുവൻ പാടിപ്പുകഴ്ത്തുന്ന തന്നെ ചരിത്രങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഭഗവാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അഴുക്കുകളൊന്നുമില്ലാത്ത രത്നങ്ങളും തങ്കവും പതിപ്പിച്ച ആ തിളങ്ങുന്ന മനോഹര സിംഹാസനത്തിൽ തൻ്റെ മായാശക്തിയായ ജാനകി ദേവിയോടൊപ്പം അത്യധികം ആനന്ദത്തോടെ ഭഗവാൻ ഇരിക്കുന്ന സമയത്താണ് ആനന്ദസ്വരൂപനായ ശ്രീരാമചന്ദ്രൻ്റെ തിരുമുൻപിൽ പരമഭക്തനും വായുദേവന്റെ മകനുമായ ഹനുമാൻ ഭക്തിയോടെ വണങ്ങി നിൽക്കുന്നു. തൻ്റെ തൊട്ടടുത്ത് വിനയത്തോടെ നിൽക്കുന്ന ഹനുമാനെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നോക്കി. തുടർന്ന് മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരിയോടെ ഭഗവാൻ സീതാദേവിയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹേ സുന്ദരരൂപിണിയായ ജാനകി, നീ ഈ ഹനുമാനെ നോക്കൂ. ഇവൻ്റെ ഉള്ളിൽ നിന്നോടും എന്നോടുമുള്ള ഭക്തി എത്രത്തോളം ആഴത്തിലാണുള്ളതെന്ന് കണ്ടോ? നമ്മൾ രണ്ടുപേരും വേറെയല്ല, ഒന്നാണെന്ന തിരിച്ചറിവിനോടുള്ള പരമമായ ഭക്തിയാണ് ഇവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. ഹേ ധന്യയായവളെ, പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നതല്ലാതെ ലൗകികമായ മറ്റൊരു കാര്യത്തിലും ഇവൻ ഒരു നിമിഷം പോലും യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർമ്മലമായ ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഇവൻ തന്നെയാണ്. കാരണം ഇവൻ അത്രമേൽ നിഷ്ഠയുള്ളവനും നിത്യബ്രഹ്മചാരികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനുമാണ്. ഇവൻ്റെ മനസ്സിൽ യാതൊരുവിധ കളങ്കങ്ങളോ പാപങ്ങളോ ഇല്ല എന്ന് നീ ഉറച്ചു മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഒട്ടും മടിയും സംശയവും കൂടാതെ ജ്ഞാനസ്വരൂപിണിയും ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളും നന്മ നിറഞ്ഞവളും മായാസ്വരൂപിണിയുമായ ഹേ സീതേ, നമ്മുടെ യഥാർത്ഥ തത്വം എന്താണെന്ന് ഇവന് നീ ഇപ്പോൾ കൃത്യമായി അറിയിച്ചു കൊടുത്താലും. ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് കേട്ട് ജഗത് ജനനിയായ സീതാദേവി ഹനുമാനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു. വീരന്മാരായ യോദ്ധാക്കൾ ധരിക്കുന്ന കിരീടത്തിൽ തിളങ്ങുന്ന രത്നം പോലെയുള്ളവനെ, ശ്രീരാമന്റെ പാദങ്ങളെ ഭജിക്കുന്ന ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായവനെ, നീ ശ്രദ്ധിച്ചു കേട്ടാലും. നീ നിന്റെ ഉള്ളിൽ കാണുന്ന ഈ ശ്രീരാമദേവൻ യഥാർത്ഥത്തിൽ സത്തും ചിത്തും ആനന്ദവും നിറഞ്ഞവനാണ്. അതായത് സച്ചിദാനന്ദം. രണ്ടാമതൊന്നില്ലാത്ത ഏകനായ പരബ്രഹ്മാണ് അവിടുന്ന്. മാറ്റങ്ങളില്ലാത്തവനും നിശ്ചലം, ലൗകികമായ യാതൊരു ഉപാധികളും ബാധിക്കാത്തവനും കേവലമായ സത്യസ്വരൂപനുമാണ്. സാധാരണ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ച് അറിയാൻ കഴിയാത്ത ആ പരമമായ തത്വമാണ് ഈ ശ്രീരാമൻ എന്ന് നീ നിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് മനസ്സിലാക്കുക. യാതൊരു അഴുക്കുമില്ലാത്തവനും മായ തീണ്ടാത്തവനും പ്രകൃതിയുടെ ഗുണങ്ങൾ അതീതനായവനും വികാരങ്ങളില്ലാത്തവനുമാണ് അവിടുന്ന്. ശാന്തസ്വരൂപനും പരമാത്മാവും എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവനുമാണ്. ജനനമോ മരണമോ പോലുള്ള യാതൊരു മാറ്റങ്ങളും ഇല്ലാത്ത ആ പരബ്രഹ്മം തന്നെയാണ് ഈ ശ്രീരാമൻ എന്ന് നീ വ്യക്തമായി അറിഞ്ഞാലും.
ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും കാരണമായവനും എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവനും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലെ ആത്മാവുമായവനാണ് അവിടുന്ന്. എല്ലാം അറിയുന്നവനും പ്രപഞ്ചനാഥനും എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നവനുമാണ്. സർവ്വതും നിലനിൽക്കുന്നവനും എല്ലാത്തിനും ആധാരമായിരിക്കുന്നവനും എല്ലാ ദേവതകളുടെയും അടങ്ങിയിരിക്കുന്നവനുമായ നിർവികാര സ്വരൂപനാണ് രാമദേവൻ എന്ന് നീ അറിയുക. ഇനി എൻ്റെ യഥാർത്ഥ തത്വം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹനുമാനെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ മൂലപ്രകൃതി ശക്തി ഞാനാണ്. എൻ്റെ ഭർത്താവായ ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഞാൻ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നു. അവിടുത്തെ വെറും ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നിലൂടെ ഈ സൃഷ്ടികളെല്ലാം പ്രകടമാകുന്നത്. സീതാദേവി പറയുന്നു, ഹേ ഹനുമാനെ, എൻ്റെ സാന്നിധ്യം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളെയും വിവേകശൂന്യരായ മനുഷ്യർ അവിടുത്തെ പ്രവൃത്തികളായി തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പരബ്രഹ്മ സ്വരൂപത്തിന് ജനനമോ മരണമോ ഉണ്ടോ? ഇല്ല. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ജ്ഞാനികൾക്ക് മാത്രമേ ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ നന്മയ്ക്കായി സൂര്യവംശത്തിൽ അയോധ്യയിൽ രാജാവായി ആ സർവേശ്വരൻ രാമനായി ജനിച്ചതും മാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചതും ഭഗവാന്റെ മായയുടെ ഭാഗമാണ്. പോകുന്ന വഴിയിൽ ദേഷ്യത്തോടെ അടുത്തുവന്ന ദുഷ്ടയായ താടക എന്ന രാക്ഷസിയെ വധിച്ചതും തുടർന്ന് സന്തോഷത്തോടെ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്ന മഹർഷിമാരുടെ യാഗത്തെ രാക്ഷസന്മാരിൽ നിന്നും സംരക്ഷിച്ചതും എല്ലാം അവിടുത്തെ ലീലകളാണ്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കാൻ കെൽപ്പുള്ള വിശ്വാമിത്ര മഹർഷിയോടൊപ്പം മിഥില രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയുടെ ശാപം തീർത്ത് ഭഗവാന്റെ താമരപാദങ്ങൾ തൊട്ടു വണങ്ങിയ അവളെ ആദരവോടെ അനുഗ്രഹിച്ചു. അതിനുശേഷം മിഥിലാപുരിയിൽ പ്രവേശിച്ച് മുപ്പുരം നശിപ്പിച്ച പരമശിവന്റെ വില്ല് മുറിക്കുകയും എൻ്റെ കൈ പിടിച്ച് പാണിഗ്രഹണം അല്ലെങ്കിൽ വിവാഹം കഴിച്ച് മടങ്ങുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ മുന്നിൽ വന്നു തടഞ്ഞ ഭാർഗവരാമന്റെ അഹങ്കാരം അടക്കി അത്യധികം പ്രതാപത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തി. അവിടെ 12 വർഷക്കാലം സുഖമായി ജീവിച്ചു. അതിനുശേഷം പിതാവായ ദശരഥൻ ശ്രീരാമന്റെ രാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെങ്കിലും മാതാവായ കൈകേയി അത് മുടക്കുകയാണ് ഉണ്ടായത്. സീതാദേവി പറയുന്നു, കൈകേയിയുടെ വാക്കുകേട്ട് ഞാനും ലക്ഷ്മണനും ഭഗവാനോടൊപ്പം ചിത്രകൂട പർവ്വതത്തിലെത്തി താമസിക്കുന്ന കാലത്താണ് പിതാവായ ദശരഥ മഹാരാജാവ് ദേവേന്ദ്രൻ നഗരത്തിലേക്ക് പുക്കത് അഥവാ അന്തരിച്ചത്. ആ വൃത്താന്തം കേട്ടറിഞ്ഞ ശേഷം ഭഗവാൻ അത്യന്തം ദുഃഖത്തോടെ പിതാവിനുള്ള ബലിതർപ്പണം നടത്തി. തുടർന്ന് തന്നെ തിരികെ വിളിക്കാൻ വന്ന പരമഭക്തനായ ഭരതനെ രാജ്യം ഭരിക്കാനായി മടക്കി അയച്ചു. അതിനുശേഷം ഞങ്ങൾ ദണ്ഡകാരണത്തിൽ പ്രവേശിച്ച സമയത്ത് അവിടെ വെച്ച് വിരാതൻ എന്ന രാക്ഷസനെ വധിച്ചു. പിന്നീട് കുടത്തിൽ ജനിച്ചവനായ അഗസ്ത്യ മഹർഷിയെ പോയി കണ്ട് വന്ദിച്ചു. അവിടെ വെച്ച് ജ്ഞാനികളായ മറ്റ് മുനിമാർക്ക് യാതൊരു സംശയവുമില്ലാത്ത ഈ ലോകത്തിലെ രാക്ഷസ വംശത്തെ മുഴുവൻ ഒടുക്കിക്കൊള്ളാം എന്ന് ഭഗവാൻ സത്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ പഞ്ചവടിയിലെത്തി ആശ്രമം കെട്ടി താമസിക്കുന്ന കാലത്താണ് രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരി ശൂർപ്പണഖ കാമദേവന്റെ പുഷ്പബാണങ്ങളാൽ പരവശയായി ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നത്. ഭഗവാനെ മോഹിച്ച് എത്തിയ അവളുടെ മൂക്കും മുലയും ലക്ഷ്മണൻ അറുത്തു കളയുകയാണ് ഉണ്ടായത്. തൻ്റെ സഹോദരിക്ക് സംഭവിച്ച ദുരന്തമറിഞ്ഞ് അത്യധികം കോപത്തോടെ രാക്ഷസവീരനായ ഖരൻ 14,000 പടയാളികളുമായി യുദ്ധത്തിനായി വന്നു. എന്നാൽ സാക്ഷാൽ സർവേശ്വരനായ ശ്രീരാമചന്ദ്രൻ വെറും 3.25 നാഴിക കൊണ്ട് ആ വലിയ പടയൊരുക്കം ഖരനെയും മുഴുവനായി കൊന്നൊടുക്കി. സീതാദേവി പറയുന്നു, ഹേ ഹനുമാനെ, ലക്ഷ്മണൻ മൂക്കെറിഞ്ഞതിന് ശേഷം ശൂർപ്പണഖ രാവണന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ പറയുകയും പ്രതികാരത്തിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി രാവണന്റെ നിർദ്ദേശപ്രകാരം മായയാൽ പൊന്മാനായി വന്ന മാരീചനെ ഭഗവാൻ അമ്പെയ്ത് അവന് മോക്ഷം നൽകി. ആ സമയത്ത് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിന് പകരം അവിടെ ഉണ്ടായിരുന്ന മായാസീതയെ രാവണൻ അപഹരിച്ച് കൊണ്ടുപോയി. മനുഷ്യവേഷം കെട്ടിയ സാക്ഷാൽ പരമാത്മാവായ ഭഗവാൻ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് ചിറകറ്റു വീണ ജടായുവിന് മോക്ഷം നൽകി. തുടർന്ന് കാട്ടിൽ വെച്ച് രാക്ഷസ രൂപം പൂണ്ട കബണ്ഡനെ വധിക്കുകയും അവനും ശാപമോക്ഷം നൽകി.
അതിനുശേഷം ശബരിയുടെ ആശ്രമത്തിലെത്തി മോക്ഷദായകനായ ഭഗവാൻ അവളുടെ ഭക്തി നിറഞ്ഞ പൂജകളും ഫലങ്ങളും സ്വീകരിച്ചു. അവൾക്കു പരമപദം നൽകിയ ശേഷമാണ് ഭഗവാൻ പമ്പാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നത്. അവിടെ വെച്ചാണ് ഭഗവാൻ നിന്നെ ആദ്യമായി കാണുന്നത്. തുടർന്ന് നിന്റെ സഹായത്തോടെ സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ട് പരസ്പരം വിശ്വസ്തരായ കൂട്ടുകാരായിരിക്കാം എന്ന് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. ആ സൗഹൃദത്തിന്റെ ഭാഗമായി ദേവേന്ദ്രന്റെ പുത്രനായ ബാലിയെ ഭഗവാൻ അമ്പെയ്തു വധിക്കുകയും സുഗ്രീവനെ രാജാവാക്കുകയും ചെയ്തു. അതിനുശേഷം നിന്റെ നേതൃത്വത്തിൽ സീതയെ കണ്ടെത്തുകയും തെക്കേ സമുദ്രത്തിൽ അണകെട്ടുകയും ലങ്കയെ തകർക്കുകയും ചെയ്തു. പിന്നീട് തൻ്റെ മക്കളോടും സുഹൃത്തുക്കളോടും മന്ത്രിമാരോടും സൈന്യത്തോടുമൊപ്പം യുദ്ധത്തിന് തയ്യാറായി വന്ന ശത്രുവായ 10 തലയുള്ള രാവണനെ ഭഗവാൻ ദിവ്യാസ്ത്രങ്ങളാൽ വധിച്ചു. അങ്ങനെ 3 ലോകങ്ങളെയും രാക്ഷസ സഭയിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ ഭക്തനായ വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. രാവണവധത്തിനു ശേഷം ലങ്കാദഹനത്തിനും അപഹരണത്തിനും മുൻപായി അഗ്നിദേവന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഭഗവാൻ ഞാൻ പരിശുദ്ധിയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഭഗവാൻ അഗ്നിദേവനിൽ നിന്നും തിരികെ സ്വീകരിച്ചു. തുടർന്ന് ഞങ്ങൾ പുഷ്പക വിമാനത്തിൽ കയറി ദേവന്മാരുടെ അനുഗ്രഹത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തുകയും രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ദേവാദികളാൽ പൂജിക്കപ്പെട്ട് ഈ ജഗന്നാഥൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. യാഗങ്ങളാൽ പൂജിക്കപ്പെടേണ്ട സാക്ഷാൽ നാരായണനും മായ തീണ്ടാത്തവനുമായ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് പരമപദമായ സായുജ്യമോക്ഷം നൽകി അനുഗ്രഹിക്കുന്നു. ഹനുമാനെ, നീ ഇപ്പോൾ കേട്ട ഈ കർമ്മങ്ങളെല്ലാം ഭഗവാൻ തൻ്റെ മായാദേവിയായ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പരമമായ സത്യം. ഈ കാണുന്ന ശ്രീരാമൻ പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ്. പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനാണ്. പ്രപഞ്ചത്തിൻ്റെ ആദിയാണ്. അവിടുന്ന് നാശമില്ലാത്തവനും ഏകനും ആനന്ദ സ്വരൂപനും സ്വന്തം ആത്മാവിന് രമിക്കുന്നവനും ഭയമില്ലാത്തവനും പരമപുരുഷനും കളങ്കമില്ലാത്തവനുമാണ്. പണ്ഡിതന്മാരാകുന്ന വണ്ടുകൾക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന പൂന്തോട്ടം പോലെയുള്ളവനും മാറ്റമില്ലാത്തവനും സാക്ഷാൽ വിഷ്ണു ഭഗവാനായ നാരായണനുമാണ് അവിടുന്ന്. സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് പോലെ ഭഗവാൻ എങ്ങോട്ടും പോകുന്നതുമില്ല, ഇരിക്കുന്നതുമില്ല. അവിടുത്തെ മനസ്സ് ഒരിക്കലും ചലിക്കുന്നതോ ദുഃഖിക്കുന്നതോ ഇല്ല. യാതൊരു വികാരങ്ങളുമില്ലാത്തവനും തേജസ്സായി പ്രപഞ്ചമാകെ നിറഞ്ഞവനും പരമാനന്ദ സ്വരൂപനും ആ പരബ്രഹ്മം സ്വയം ഒരു കർമ്മവും ചെയ്യുന്നില്ല. അവിടുന്ന് തികച്ചും നിർമ്മലനും മാറ്റങ്ങളില്ലാത്തവനും ജ്ഞാനസ്വരൂപനുമാണ്. തൻ്റെ മായാഗുണങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രകൃതി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് താൻ തന്നെയാണ് എന്ന് ലോകർക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. താമരക്കണ്ണനായ ഭഗവാന്റെ യഥാർത്ഥ തത്വം ആഞ്ജനാപുത്രനായ ഹനുമാന് സീതാദേവി ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തു. അത് കേട്ട് രാമദേവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് വളരെ മധുരമുള്ള വാക്കുകളാൽ ഹനുമാനോട് നേരിട്ടിങ്ങനെ പറയാൻ തുടങ്ങി. ഹേ കുരങ്ങുകൾ ശ്രേഷ്ഠനായ ഹനുമാനെ, നീയൊരു കാര്യം മനസ്സിലാക്കൂ. പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ വെറുമൊരു നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം മാത്രമാണ് ഈ കാണുന്ന ജീവാത്മാവ്. പ്രകാശസ്വരൂപിണിയായ എൻ്റെ മായയിലാണ് ഈ പ്രതിബിംബം യാതൊരു വ്യാജവുമില്ലാതെ നിഴലിച്ചു കാണുന്നത്. ഹേ കൂട്ടുകാരാ, പല പല ജലാശയങ്ങളിൽ ഒരേ ആകാശം തന്നെ നിഴലിച്ചു കാണുന്നത് നീ കണ്ടിട്ടില്ലേ? ജലാശയങ്ങൾ പലതാണെങ്കിലും ആകാശം ഒന്നല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. സാക്ഷാൽ പരബ്രഹ്മാവായ പരമാത്മാവാണ് എന്നത് ഒന്നു മാത്രമാണ്. അത് ഒന്നിനാലും ചലിക്കാത്ത, എല്ലാറ്റിലും സാക്ഷിയായി നിൽക്കുന്ന യഥാർത്ഥ ബിംബമാണ്. അതിൽ നിന്നുണ്ടാകുന്ന നിഴലുകൾ മാത്രമാണ് നമ്മൾ കാണുന്ന വ്യത്യസ്ത ജീവനുകൾ. വേദങ്ങളിലെ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കുന്നതിലൂടെയും ഒരു ഉത്തമനായ ഗുരുവിൻ്റെ കാരുണ്യത്തിലൂടെയും മാത്രമേ എൻ്റെ ഈ യഥാർത്ഥ തത്വത്തെ തിരിച്ചറിയാൻ സാധിക്കൂ. എൻ്റെ ഭക്തനായ ഒരുവൻ ഈ പരമപദം തിരിച്ചറിയുമ്പോൾ അവൻ എന്നിൽ ലയിച്ച് എന്നെ തന്നെ സ്വരൂപമായി മാറുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എന്നോടുള്ള ഭക്തിയിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നവർ ശാസ്ത്രങ്ങളാകുന്ന വലിയ കുഴികളിൽ ചാടി വീണ് അഹങ്കാരം കൊണ്ട് വഴിതെറ്റി മോഹവലയത്തിൽ അകപ്പെടുന്നു. ഭക്തിയില്ലാത്തവർക്ക് 100,000 ജന്മങ്ങൾ എടുത്താൽ പോലും ഈ യഥാർത്ഥ തത്വജ്ഞാനമേ പരമമോ മോക്ഷമോ സിദ്ധിക്കുകയോ ഇല്ല. ഹേ ഹനുമാനെ,
പരമാത്മാവായ എൻ്റെ ഹൃദയതുല്യമായ ഈ പരമരഹസ്യം ഭക്തിയില്ലാത്തവരും മന്ദബുദ്ധികളുമായ മനുഷ്യരോട് നീ ഒരിക്കലും പറഞ്ഞറിയിക്കരുത്. കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പരമോപദേശം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയുന്നു, ഹേ ദേവി, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വായുപുത്രനായ ഹനുമാന് നേരിട്ട് ഉപദേശിച്ചു കൊടുത്ത ഈ രാമ മഹാത്മ്യം അത്യന്തം പവിത്രവും ഏറ്റവും വലിയ രഹസ്യവുമാണ്. ഇത് കേൾക്കുന്നവർക്ക് മോക്ഷം നൽകുന്നതും സകല പാപങ്ങളെ നശിപ്പിക്കുന്നതും മനസ്സിന് ആനന്ദം നൽകുന്നതുമാണ്. സകല വേദാന്തങ്ങളെയും സാരമെല്ലാം അടങ്ങിയ ഈ രാമതത്വം ദിവ്യനായ ഹനുമാന് ഭഗവാൻ ഉപദേശിച്ചതാണ്. ഈ വരികൾ ആരെങ്കിലും ഭക്തിയോടെ എപ്പോഴും പഠിക്കുകയോ ജപിക്കുകയോ ചെയ്താൽ അവൻ ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടി പരമപദം പൂക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ദേവി. ബ്രഹ്മഹത്യ പോലുള്ള മഹാപാപങ്ങളോ പല പല ജന്മങ്ങളിലായി ചെയ്തു കൂട്ടിയ വലിയ ദോഷങ്ങളോ ഉള്ള ഒരാളെ പോലും ഈ രാമഹൃദയം ജപിക്കുന്നതിലൂടെ അവൻ്റെ പാപങ്ങളെല്ലാം പൂർണ്ണമായി നശിച്ച് അവർ പരിശുദ്ധനാകും എന്ന് ശ്രീരാമൻ ആ വാനരശ്രേഷ്ഠനായ ഹനുമാനോട് അരുളി ചെയ്തിട്ടുണ്ട്. ജാതിയാൽ നിന്ദിക്കപ്പെട്ടവനോ പരസ്ത്രീയെ മോഹിച്ചവനോ അന്യന്റെ ധനം അപഹരിച്ചവനോ ആയ മഹാപാപിയാണെങ്കിൽ പോലും ശിവഭഗവാൻ പറയുന്നു, അമ്മയെ കൊന്നവനോ അച്ഛനെ കൊന്നവനോ ബ്രാഹ്മണനെ വധിച്ചവനോ യോഗിവര്യന്മാരെ ഉപദ്രവിച്ചവനോ സ്വർണം മോഷ്ടിച്ചവനോ ലോകം മുഴുവൻ വെറുക്കുന്ന ദുഷ്ടനോ ആകട്ടെ, അവൻ പോലും പൂർണ്ണ ഭക്തിയോടെ ശ്രീരാമനാമം ജപിക്കുകയാണെങ്കിൽ ദേവന്മാർ പോലും അവനെ സന്തോഷത്തോടെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യും. അത്രമാത്രമല്ല, വലിയ യോഗീശ്വരന്മാർക്ക് പോലും എളുപ്പത്തിൽ കിട്ടാത്ത ആ പരമപദമായ വിഷ്ണുലോകം അവൻ പ്രാപിക്കുകയും ചെയ്യും. ഇതിന് യാതൊരു സംശയവുമില്ല. മഹാദേവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പാർവതി ദേവിയുടെ ഉള്ളിൽ ഭക്തി നിറഞ്ഞു തുളുമ്പി. ദേവി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മംഗളസ്വരൂപനായവനെ, എൻ്റെ ഭർത്താവേ, പ്രപഞ്ചനാഥനായ ജഗൽപതി, ജടയിൽ ഗംഗയെ ധരിച്ചവനെ പരമേശ്വര, കാരുണ്യക്കടലായ ദയാനിധേ, പാമ്പുകളെ ആഭരണമാക്കിയവനെ. ഭഗവാന്റെ ഈ ഉപദേശം കേട്ടതോടെ ഞാൻ അത്യധികം അനുഗ്രഹീതയായിരിക്കുന്നു. എൻ്റെ ജന്മം ധന്യവും കൃതാർത്ഥവുമായി തീർന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും മാറി. എൻ്റെ ഉള്ളിലെ മോഹങ്ങളെല്ലാം നശിച്ചു. അവിടുത്തെ മുഖത്തു നിന്നും ഒഴുകി വന്ന നിർമ്മലമായ രാമതത്വമാകുന്ന അമൃത് എത്രയൊക്കെ കുടിച്ചാലും എൻ്റെ മനസ്സിന് ഇപ്പോഴും മതി വരുന്നില്ല. അത്രമേൽ മധുരമാണത്. രാമകഥ കേട്ടിട്ട് എനിക്കൊട്ടും മതി വരാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ഉറപ്പായ ഒരു കാര്യമുണ്ട്. അവിടുന്ന് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞതുകൊണ്ട് എനിക്ക് തൃപ്തിയാകുന്നില്ല. സാക്ഷാൽ ശ്രീനാരായണനായ രാമചന്ദ്രൻ്റെ മഹാത്മ്യങ്ങളെല്ലാം എനിക്ക് ഇനിയും കേൾക്കണം. മനസ്സിൽ യാതൊരു നിശ്ചയവുമില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുന്നവർക്ക് വിദ്യയോ ജ്ഞാനമോ ഉണ്ടാകില്ലല്ലോ. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ധനവും വന്നു ചേരില്ല. കടബാധ്യതകളിൽ പെട്ടുഴലുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനമോ സൗഖ്യമോ ഉണ്ടാകില്ല. ഉചിതമായ ലക്ഷ്യമില്ലാത്ത ദേവന്മാർക്ക് നല്ലൊരു ഗതി കിട്ടാത്തതുപോലെയാണിത്. പാർവതീദേവി തൻ്റെ ചോദ്യം അവസാനിപ്പിച്ചുകൊണ്ട് ഭർത്താവായ പരമേശ്വരനോട് അപേക്ഷിക്കുന്നു, അതുകൊണ്ട് ഭഗവാനെ, ഏറ്റവും ഉത്തമവും മനോഹരമായ ആ ശ്രീരാമചരിതം യാതൊരു മടിയും കൂടാതെ എനിക്കിന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണമേ. എല്ലാത്തിനും നാഥനായ പരമേശ്വരൻ തൻ്റെ പത്നിയെ പാർവതി ദേവിയുടെ ഭക്തി നിറഞ്ഞ ഈ ചോദ്യം കേട്ടപ്പോൾ തലയിൽ ചന്ദ്രനെ ധരിച്ച ആ പരമേശ്വരൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ സുന്ദരരൂപിണിയായ പാർവതി, നീ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. പണ്ട് ബ്രഹ്മാവ് 100 കോടി ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന രീതിയിൽ വേദങ്ങൾക്ക് തുല്യമായ രാമായണം നിർമ്മിക്കുകയുണ്ടായി. അതിനുശേഷം മനുഷ്യവർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി 4 മുഖമുള്ള ബ്രഹ്മാവിൻ്റെ കൽപ്പനയനുസരിച്ച് വാൽമീകി മഹർഷി ആ രാമായണത്തെ 24,000 ശ്ലോകങ്ങളാക്കി ചുരുക്കി എഴുതുകയുണ്ടായി. അങ്ങനെ വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളായി ചമച്ച ആ രാമായണത്തിൻ്റെ സാരമെല്ലാം ചുരുക്കി സാക്ഷാൽ രാമദേവൻ പണ്ട് നമുക്ക് ഇപ്രകാരം ഉപദേശിച്ചു തരികയുണ്ടായി. ഈ അധ്യാത്മ രാമായണം എന്നു പേരുള്ള ഈ മഹാഗ്രന്ഥം ഭക്തിയോടെ ഇരുന്ന് അധ്യായം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നവർക്ക് പരമമായ ആത്മജ്ഞാനം അഥവാ ഈശ്വരതത്വം മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ദേവി, ഇത് നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് നല്ല മക്കളുണ്ടാകും, ധനസമൃദ്ധി ഉണ്ടാകും, ദീർഘായുസ്സും ലഭിക്കും. നല്ല സുഹൃത്തുക്കളുടെയും സമ്പാദ്യവും ലോകത്തിൽ വലിയ കീർത്തിയും മാറാരോഗങ്ങളിൽ നിന്നും മോചനവും ഉണ്ടാവും. ഭഗവാനോടുള്ള ഭക്തി നാൾക്കുനാൾ വർദ്ധിക്കുകയും ഒടുവിൽ അവർക്ക് പരമമായ മുക്തി സിദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും വലിയ രഹസ്യമാണെങ്കിലും ഈ കഥ നീ ഇനിയും ശ്രദ്ധയോടെ കേട്ടിരുന്നാലും
ഇതോടെ ആധ്യാത്മരാമായണം ബാലകാണ്ഡത്തിന്റെ പ്രാരംഭ തത്വവിചാരങ്ങൾ പൂർത്തിയാവുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാവണന്റെ ക്രൂരതകൾ കാരണം ഭൂമിദേവി സങ്കടപ്പെടുന്നതും തുടർന്ന് ഭഗവാൻ രാമനായി അവതരിക്കാൻ പോകുന്നതുമായ യഥാർത്ഥ രാമായണ കഥയുടെ തുടക്കം. അവ നാളെ നമുക്ക് കേട്ടറിയാം. നന്ദി, നമസ്കാരം.